സാധാരണ യാദവകുമാരന്മാരെ പോലെയാണോ സേവകൻ? കുമാരിക്ക് എന്തു തോന്നുന്നു? ഏതൊരു രാജ്യത്തിൻ്റെ മുക്തിക്കായി അവൻ്റെ അച്ഛൻ പ്രാണത്യാഗം ചെയ്യുന്നുവോ ആ രാജ്യം സ്വതന്ത്രമായി കാണുവാൻ എൻ്റെ മകൻ എത്ര ആഗ്രഹിക്കുന്നുവെന്നോ? അവനിപ്പോൾ എവിടെയോ എന്തോ. കുമാരി, എൻ്റെ അന്ധകരണം പറയുന്നു കുമാരിയാണ് ഈ യാദവകുലം വീണ്ടെടുക്കുന്നതെന്ന്. എന്താണിങ്ങനെ തോന്നുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് കുമാരിക്ക് അസ്ത്രശസ്ത്രങ്ങളെല്ലാം ഇനിയും പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. സേവകൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയത് ധാത്രി അറിഞ്ഞിരിക്കുമോ? സുഭദ്ര സംശയിച്ചു ചോദിച്ചു. ധാത്രി, നിങ്ങളുടെ പുത്രൻ എവിടെ പോയി? മങ്ങിയ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൽ ധാത്രിയുടെ മുഖം മങ്ങുന്നതും ധാത്രി വിറക്കുന്നതും സുഭദ്ര കണ്ടു. ഇങ്ങനെ ചോദിച്ചതിൽ സുഭദ്രയ്ക്ക് വ്യസനം തോന്നി. ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ധാത്രി പറഞ്ഞു, എത്ര പേർ ഇതേ ചോദ്യം ചോദിക്കുന്നു. എനിക്കതിനുള്ള ഉത്തരം പറയുവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വളരെ സങ്കടമുണ്ട്. പക്ഷെ അറിയാത്തത് എങ്ങനെ പറയുന്നു കുമാരി? ഞാൻ അവനെ മധുരയ്ക്ക് വേണ്ടിയാണ് വളർത്തിയത് തന്നെ. അവൻ്റെ അച്ഛന് സാധിക്കാതെ പോയ കാര്യം മകനെ കൊണ്ടെങ്കിലും സാധിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. മധുര നഗരത്തിൻ്റെ മുക്തിക്ക് വേണ്ടി അവനെ വളർത്തിയത് വ്യർത്ഥമായല്ലോ എന്നെനിക്ക് സങ്കടം തോന്നുന്നു. എന്തു ചെയ്യാം? ഉള്ള വാസ്തവം ധാത്രിയോട് പറയട്ടെ എന്ന് സുഭദ്ര വിചാരിച്ചു. മധുരാനഗരിയുടെ മുക്തിക്ക് വേണ്ടിയുള്ള ഒരു കാര്യത്തിനാണല്ലോ സേവകൻ പോയിരിക്കുന്നത്. സൂചന നൽകി ആശംസിച്ചു കൊണ്ടിരിക്കുമ്പോൾ സേവകൻ അഥവാ മടങ്ങി വന്നില്ലെങ്കിലോ? ഇരട്ടി മുഖമാവും. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒന്നും പറയണ്ട. ഇങ്ങനെയെങ്കിലും മാനത്തോടുകൂടി ഇരിക്കുവാനായി യത്നിച്ചവരുടെ കൂട്ടത്തിലൊരാളാണ് ധാത്രിയും. മനസ്സുകൊണ്ട് ധാത്രിയെ പ്രണാമം ചെയ്തുകൊണ്ട് സുഭദ്ര പറഞ്ഞു, അത് ഞാൻ വളരെ വൈകിയാണ് ഉണർന്നത്. ഉണർന്നപ്പോൾ ലളിതയാണ് മുറിയിൽ കണ്ടത്. ലളിതാനാമം കേട്ട മാത്രയിൽ ധാത്രിയുടെ മുഖം ചുളിഞ്ഞു. എത്ര ദിവസം ലളിത കുമാരിയുടെ ധാത്രിയായി? എനിക്കവളെ ആദ്യം മുതലേ വലിയ ഇഷ്ടമല്ല. ധാത്രി കുറച്ച് ദിവസത്തേക്ക് എന്നെ വിട്ട് പിരിയുമെന്നാലും ആ അസൗകര്യം ഞാൻ സഹിച്ചോളാമെന്ന് കരുതി ലളിതയെ നിയമിച്ചുമില്ല. അവൾ അലോക്യം കാണിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും ദേഷ്യം തോന്നിയിട്ടുണ്ടാവും അവൾക്ക്. അന്നു മുതൽ എൻ്റെ സേവികമാരോട് എന്നെ പറ്റിയുള്ള അന്വേഷണം കുറെ കൂടുതലായിരുന്നു എന്നും ഞാൻ മനസ്സിലാക്കി. എന്തിനാണിത്ര വലിയ ചിന്ത എന്നെക്കുറിച്ചുണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. ധാത്രി എന്തെല്ലാമോ ആലോചനയിലായി. ഒടുവിൽ പറഞ്ഞു, കുമാരി, ലളിത യദുകുലത്തിൻ്റെ ശാപമാണ്. ആ ശാപമേൽക്കാത്തവർ യദുകുലത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെയും സത്യവും അസത്യവുമായ കാര്യങ്ങൾ അറിഞ്ഞ് ഒന്നിച്ചുകൂട്ടി അവരെ ഭീഷണിപ്പെടുത്തിയും പ്രീണിപ്പിച്ചും പാട്ടിലാക്കുകയാണ് അവളുടെ പണി. ആ ശക്തി കൊണ്ട് ലളിത ഇച്ഛാനുസരണം നടക്കുകയാണ്. സുഭദ്ര കോപാക്രാന്തയായി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവൾക്ക് ശിക്ഷ കൊടുക്കേണ്ടതല്ലേ? അന്തഃപുരത്തിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്. അത് വയ്യല്ലോ, അതല്ലേ ധർമ്മസങ്കടം? ഇങ്ങനെ ധാത്രി പറഞ്ഞ ഉടനെ സുഭദ്ര ചോദിച്ചു, എന്തുകൊണ്ട് വയ്യ? കാരണം എന്താണ്? കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും അവളുടെ കയ്യിലാണ്. രാജപരിവാരത്തിലെ നരനാരികളെ മാത്രമല്ല, സാധാരണക്കാരെ കൂടി അവൾ അധീനത്തിലാക്കിയിരിക്കുന്നു. യാദവ പരിവാരത്തിലെ ഓരോ മുഖവും അവൾ ഓർമ്മിച്ചു. തൻ്റെ പരിവാരത്തിലുള്ളവരോട് സുഭദ്രയ്ക്ക് ദയ തോന്നി. ദയയോടൊപ്പം ക്രോധവും. വിഷപ്പല്ല് പറിച്ചു കളയാൻ വയ്യാത്തവരെ എന്തിനു കൊള്ളും? റാണി ഏതായാലും അന്തഃപുരത്തിലെ അധികാരം തന്നത് ഉപകാരമാക്കിയാലോ? ധാത്രി പറയുന്നത് പോലെ യാദവ പരിവാര രക്ഷയ്ക്ക് തന്നെയായിരിക്കുമോ താൻ ജനിച്ചത്? വിധാതാവ് അങ്ങനെയാണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതല്ലേ? കുമാരി ധാത്രിയെ നോക്കി. ആ മുഖത്ത് ശാന്ത ഗംഭീരത കളയാടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സുഭദ്ര ചോദിച്ചു, ധാത്രി, ആരാണ് ധാത്രിയെ തടവിലാക്കിയത്? ഞാൻ മരിച്ചു പോയാലും കൂടി അത് പറയില്ല കുമാരി. എൻ്റെ നിർഭാഗ്യങ്ങളിൽ ഒന്നാണ് അതെന്ന് കരുതിയാൽ മതി. സുഭദ്ര പിന്നീട് അതിനെപ്പറ്റി ചോദിച്ചേയില്ല. ഒരു കാര്യം തീർച്ചപ്പെടുത്തി, നാളെ പുസ്തകാലയത്തിൽ പോയി ആ ഗ്രന്ഥം ശേഖരിക്കണം. ധാത്രിയെ ഏത് വിധേനയെങ്കിലും സന്തോഷിപ്പിക്കണം. ശ്യാമേ, നീ ലളിതയെ കണ്ടോ? കുമാരി ചോദിച്ചു. എന്തു പറഞ്ഞു അവൾ?
ഇന്ന് വളരെ സന്തോഷവതിയായിട്ടാണ് കണ്ടത്. എല്ലാ മാസവും ഞങ്ങൾ സേവികമാർ കൊടുക്കുന്ന അധ്യക്ഷ നികുതിയിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അധ്യക്ഷ നികുതിയോ? ആശ്ചര്യത്തോടെ സുഭദ്ര ചോദിച്ചു. അതേ കുമാരി, ഞങ്ങളുടെ ശമ്പളത്തിൽ 10 ഭാഗം ലളിതയ്ക്ക് കൊടുക്കണം. അധ്യക്ഷയല്ലേ ലളിത, അതിൻ്റെ നികുതി. നിങ്ങളെല്ലാവരും സന്തോഷപൂർവ്വമാണോ കൊടുക്കുന്നത്? അല്ലാതെ എന്തു ചെയ്യും കുമാരി? എതിർത്താൽ ലാഭത്തിന് പകരം നഷ്ടമേ വരികയുള്ളൂ എന്ന് അനുഭവങ്ങളിൽ നിന്നും മനസ്സിലായി. ചിലർ എതിർത്തപ്പോൾ ഒന്നുകിൽ റാണിയുടെ അതൃപ്തിക്ക് കാരണമാക്കി ശമ്പളം കുറച്ചു, ചിലരെ പിരിച്ചുവിടുകയും ചെയ്തു. അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ആരും എതിരായി നിൽക്കുന്നില്ല. ലളിതയുടെ കൈക്കുള്ളിൽപ്പെട്ട് എത്ര പേർ വലയുന്നു. ധാത്രി പറഞ്ഞത് എത്ര വാസ്തവം. ധാത്രിയുടെ കാര്യം നീ പറഞ്ഞുവോ? ഇല്ല, ഒരൊറ്റ വാക്കും പറഞ്ഞില്ല, ചോദിച്ചതുമില്ല. ശരി, പോയി പണി ചെയ്തോളൂ. സുലോചനയെ അയക്ക്. സുഭദ്ര വിചാരിച്ചു, ഇങ്ങനെയാണ് സ്ഥിതി. ഇങ്ങനെയാണെങ്കിൽ ഒരുത്തരെയും വിശ്വസിക്കാൻ വയ്യ. റാണി ലളിതയുടെ ഈ പ്രവൃത്തികളൊന്നും അറിഞ്ഞിട്ടില്ലേ? എന്താണ് അറിയാതിരിക്കാൻ കാരണം? ധാത്രിയും സുലോചനയും ശ്യാമയും ഇതുവരെ ഇതൊന്നും പറയാതിരുന്നത് എന്തുകൊണ്ട്? സുലോചന വന്നപ്പോൾ സുലോചനയോടും അതേ ചോദ്യങ്ങൾ ചോദിച്ചു. സുലോചനയും ശ്യാമയും ലളിതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒരേ ഉത്തരം തന്നെ എങ്ങനെ നൽകി? രണ്ടുപേരും കൂടി പറഞ്ഞ് നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് സുഭദ്ര ചോദിച്ചു, ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ലളിത ഇങ്ങോട്ട് വരാത്തതെന്തേ? കുമാരി, ലളിത കുമാരിയെ എന്തിനോ ഭയക്കുന്നുണ്ട്, തീർച്ച. ആ ഭയത്തിൻ്റെ ഒരംശം ഞങ്ങളിലും ലളിതക്കുണ്ടെന്ന് ഭാവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. നീ ഉടനെ പോയി ലളിതയെ ഞാൻ വിളിക്കുന്നു എന്ന് പറയണം, കുമാരി ഗൗരവത്തോടെ പറഞ്ഞു. സ്വരത്തിൻ്റെ വ്യത്യാസം കണ്ടിട്ട് സുലോചനയൊന്നു പേടിച്ചു. സഖിയായ കുമാരിയല്ല, ഇപ്പോൾ രാജകുമാരിയായിട്ടുള്ള കൽപ്പനയാണ്. സുലോചന പോയപ്പോൾ കുമാരി ശ്യാമയുടെ സഹായത്തോടെ വേഷം മാറുവാൻ തുടങ്ങി. നല്ലൊരു കഠാരി വസ്ത്രത്തിനുള്ളിൽ തിരുകി. വിളിക്കുമ്പോൾ ആയുധങ്ങളുമായി വരുവാൻ തയ്യാറായി നിൽക്കണമെന്നും ആയുധങ്ങൾ ഏതെല്ലാമാണ് ഒരുക്കി വെക്കേണ്ടതെന്നും ശ്യാമയോട് പറഞ്ഞു. ശ്യാമ അമ്പരന്നു. കുമാരി ആരോട് നേരിടാനാണ് ഇത്ര ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നത്? കഠാരി ഒരിക്കലും കുമാരി ഉപയോഗിക്കാറേയില്ല. കുമാരിയുടെ സ്വരൂപം തന്നെ ഇന്ന് വ്യത്യസ്തമാണ്. ഗൗരവമാണ് ആ മുഖത്ത് നിഴലിച്ചിരിക്കുന്നത്. അന്തഃപുരത്തിൽ ഇങ്ങനെയുള്ളവരാണ് ഭരിക്കേണ്ടതെന്ന് തോന്നി ശ്യാമയ്ക്ക്. വളരെ നേരമായി ലളിതയും സുലോചനയും വന്നില്ല. ശ്യാമയോട് കൽപ്പിച്ചു, പോയി സുലോചന എവിടെയാണെന്ന് അന്വേഷിച്ചു വാ, ലളിതയെ വിളിക്കാൻ അയച്ചതാണ്. ശ്യാമ ഉടനെ പുറത്തേക്ക് പോയി. കുറച്ചു ദൂരം പോയപ്പോൾ സുലോചന തനിയെ വരുന്നു. രണ്ടുപേരും ലളിത വരുന്നില്ല എന്ന സൂചന കുമാരിയെ അറിയിച്ചു. കുമാരിക്കത് ആദ്യമേ അറിയാമെന്ന മട്ടിൽ മന്ദഹസിച്ചു. ലളിതയ്ക്ക് കുമാരിയെ സമീപിക്കുവാൻ പറ്റിയ അവസരമല്ല എന്ന് ലളിത പറഞ്ഞു. സുലോചന താഴ്മയോടെ ഉണർത്തിച്ചു. കാരണം ഞാൻ ചോദിച്ചപ്പോൾ അത് ചോദിക്കുവാനുള്ള അധികാരം എനിക്കില്ലെന്നാണ് പറഞ്ഞത്. ഈ അന്തഃപുരത്തിലെ ജോലി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഇങ്ങനെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കരുതെന്നും പറഞ്ഞു. കുമാരി ശാന്തയായി പറഞ്ഞു, നീ ധാത്രിയുടെ അടുത്തിരിക്കണം. ഞാൻ ശ്യാമയെയും കൂട്ടി റാണിയുടെ അന്തഃപുരത്തിലേക്ക് പോയി വരട്ടെ. ധാത്രിയുടെ ജീവൻ നിന്റെ കയ്യിലാണ് ഏൽപ്പിച്ചു പോകുന്നത്. ആ ജീവരക്ഷക്കായി നിനക്കെന്തും ഞാൻ വരുന്നത് വരെ ചെയ്യാം. വേണമെങ്കിൽ ഖഡ്ഗം കൂടി ഉപയോഗിക്കാം. അന്തഃപുരത്തിലെ പൂർണ്ണാധികാരം റാണി വരുന്നതുവരെ എനിക്കുണ്ട്. ശ്യാമയോടൊന്നിച്ച് കുമാരി ആഗതയായപ്പോൾ രുക്മിണിയുടെ അന്തഃപുരത്തിലെ കാവൽക്കാരിൽ പ്രധാനി പ്രണാമം ചെയ്തു. സേവികമാർ വന്ന് കാത്തുനിന്നു. എനിക്ക് റാണിയുടെ മുറിയിൽ പോകണം, കുമാരി സേവികയോട് പറഞ്ഞു. വാസുദേവൻ മുറിയിലില്ല, സേവിക പറഞ്ഞു. എനിക്കറിയാം, റാണിയുമില്ല. എന്നാലും എനിക്ക് ആ മുറിയിലെ പുസ്തകാലയത്തിലേക്ക് വഴി കാണിക്കുക, കുമാരി ആജ്ഞാപിച്ചു. സേവിക കുമാരിയെ നോക്കി, കയ്യിൽ കഠാരി പിടിച്ച ശ്യാമയെയും നോക്കി പറഞ്ഞു, കുമാരി, ഒരു നിമിഷം, ഇപ്പോൾ വരാം. ഉടനെ അകത്തേക്ക് പോയി. നിൽക്കവിടെ, സുഭദ്ര ഗർജിച്ചു. എവിടെ പോകുന്നു? അധ്യക്ഷയുടെ അടുത്തേക്ക്. അവർക്ക് സൂചന നൽകിയല്ലാതെ ആരെയും അകത്ത് കടത്തിവിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പുസ്തകാലയം ആരുടെയാണ്? വാസുദേവൻ്റെ. കുമാരിയുടെയും. എന്നാൽ നടക്ക്, വഴികാട്ട്. ഗത്യന്തരമില്ലാതെ സേവിക സുഭദ്രയെ പുസ്തകാലയത്തിലെത്തിച്ചു. ഇനി നീ പോയി ലളിതയോട് പുസ്തകാലയത്തിൽ വരാൻ പറയണം. ഭയഭീതിയായി സേവിക പോയി. കുമാരി ശ്യാമയോട് പറഞ്ഞു, നീ വാതിൽക്കൽ നിൽക്കണം.
എന്നോട് ചോദിക്കാതെ ആരെയും അകത്ത് കടത്തിവിടരുത്. ആവശ്യം വേണ്ടി വന്നാൽ കടാശി ഉപയോഗിക്കാം. പുസ്തകാലയത്തിൽ അനേകം ഗ്രന്ഥങ്ങളുണ്ട്. അനവധി പെട്ടികളിലായി ഒതുക്കി വച്ചിരിക്കുകയാണവ. സുഭദ്ര ഒരു പെട്ടിപ്പുറത്തിരുന്ന് ഓരോ പെട്ടിയിലെയും പുസ്തകങ്ങൾ പരിശോധിക്കുവാൻ തുടങ്ങി. ചില പെട്ടികളിൽ പുസ്തകങ്ങൾ സഞ്ചിയിലാക്കി വെച്ചിരുന്നു. അതും പരിശോധന തുടങ്ങി. വ്യൂഹശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥമാണ് സുഭദ്ര തിരഞ്ഞിരുന്നത്. ഓരോന്നും പുറത്തെടുത്ത് നോക്കി. കാണാതെ അതാത് സഞ്ചിയിൽ തന്നെ ആക്കി പെട്ടി അടച്ച് വേറെ പെട്ടിയിൽ നോക്കി. ഇങ്ങനെ 3-4 പെട്ടി പരിശോധിക്കുമ്പോഴേക്കും പുറത്തുനിന്ന് ലളിതയുടെ ഒച്ച കേട്ടു. പുസ്തകാലയത്തിൽ ആരാണ്? ശ്യാമയുടെ മറുപടിയും കേട്ടു. വാസുദേവ സഹോദരി കുമാരി സുഭദ്ര. ലളിത അകത്തേക്ക് കടക്കുവാൻ തുടങ്ങി എന്ന് തോന്നുന്നു. സുഭദ്ര ശ്യാമ പറയുന്നത് കേട്ടു. അകത്തേക്ക് കടത്തുവാൻ ആജ്ഞയില്ല. എനിക്കാരുടെയും ആജ്ഞ വേണ്ട. ലളിതയുടെ ഒച്ചയാണ്. കുമാരിയുടെ ആജ്ഞയെ ലംഘിക്കുവാൻ ഞാനൊരുക്കമല്ല. ശ്യാമ. ശ്യാമയെ തള്ളിമാറ്റി ലളിത അകത്തേക്ക് കടക്കുവാൻ തുടങ്ങുന്നു. അധ്യക്ഷയ്ക്ക് എൻ്റെ കഠാരി പ്രയോഗം വേണ്ടിവരുമെന്ന് തോന്നുന്നു. കഠാരയെന്ന് കേട്ടതും ലളിത പിന്നോക്കം മാറി. ശ്യാമയുടെ ഈ സ്വരമാറ്റം ലളിത അത്ഭുതത്തോടെയാണ് ശ്രമിച്ചത്. യാദവന്മാരുടെ അന്തഃപുരത്തിൽ ഒരാളും, റാണി പോലും ലളിതയെ കഠാരി കാട്ടിയിട്ടില്ല. ഇന്നിതാ ഒരു സേവിക തന്നെ അപമാനിച്ചിരിക്കുന്നു. ആഗ്നേയ നേത്രങ്ങൾ കൊണ്ട് ലളിത ശ്യാമയെ നോക്കി. ക്ഷമിക്കണം, കുമാരിയുടെ ആജ്ഞയാണ്, ശ്യാമ പറഞ്ഞു. കുമാരിയോട് അനുമതി വാങ്ങി വരുവാൻ ലളിത ശ്യാമയോട് പറഞ്ഞപ്പോൾ ശ്യാമ അകത്തേക്ക് തലനീട്ടി പറഞ്ഞു. കുമാരി, അധ്യക്ഷ ലളിത കുമാരിയുടെ സേവക്ക് ആഗ്രഹിക്കുന്നു. കൽപ്പന എന്താണ്? സുഭദ്ര പുസ്തകങ്ങളിൽ നിന്ന് തലപൊക്കി ശ്യാമയോട് പറഞ്ഞു. നിൽക്കാൻ പറ, ഞാനിവിടെ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. ശ്യാമ ലളിതയോട് ആ വിവരം പറഞ്ഞു. ശ്യാമയെ ഉടനെ തന്നെ അന്തഃപുരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യണമെന്ന് ലളിതയും ഉറച്ചു. മനസാ സുഭദ്രയെ ശപിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടപ്പോൾ ശ്യാമയുടെ ഉള്ളിൽ ചിരി വന്നു. സിംഹത്തിനെ മാൻകുട്ടിയായി കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതിന് ഇനി താൻ എന്തെല്ലാം ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്ന് ഭയവും തോന്നി. കുമാരിയെയും ലളിതയെയും അതിലധികം മുമ്പിലുള്ള ചുവരിനെയും നോക്കി നിൽപ്പായി. ധാത്രി പറഞ്ഞ ആ ഗ്രന്ഥം കിട്ടാത്തതുകൊണ്ട് പല പെട്ടികളും സഞ്ചികളും സുഭദ്രയ്ക്ക് തിരയേണ്ടി വന്നു. ധാത്രി എന്തോ പഴയ വല്ല ഓർമ്മയും വെച്ച് ആ പരിഭ്രമത്തിൽ പറഞ്ഞതായിരിക്കുമോ? അല്ല, മധുര ഉദ്ധരിക്കുവാൻ കുമാരിയെയാണ് താൻ കൽപ്പനയിൽ കാണുന്നതെന്നും ആ ഗ്രന്ഥത്തിലുള്ള വിദ്യകൾ മുഴുവൻ കുമാരി അറിഞ്ഞിരിക്കണമെന്നും മറ്റും പറഞ്ഞത് പരിഭ്രമം കൊണ്ടൊന്നുമല്ല, തീർച്ച. തിരഞ്ഞു മടുപ്പ് തോന്നിയ ഞാനാണ് വാസ്തവത്തിൽ തെറ്റിദ്ധരിച്ചത്. എന്തായാലും മുഴുവൻ പെട്ടി തിരയണമെന്ന് തന്നെ സുഭദ്ര നിശ്ചയിച്ചു. 3, 4, 5, 6 പെട്ടികൾ തിരഞ്ഞു. നേരം വൈകിയെന്ന് ഇടയ്ക്കിടയ്ക്ക് ലളിത ശ്യാമയോട് പറയുന്നു. കുമാരി കേൾക്കത്തക്ക വിധത്തിലാണ് പറയുന്നത്. ഈ പെട്ടികൾ തുറക്കുവാൻ വാസുദേവനല്ലാതെ മറ്റാർക്കും അധികാരമുണ്ടെന്ന് തോന്നുന്നില്ല. പുസ്തകാലയം തുറന്നു തന്ന സേവികയെ ഞാൻ ജോലിയിൽ നിന്നും പിരിച്ചുവിടും. ഈ പെട്ടികൾ തുറക്കുവാൻ വാസുദേവനല്ലാതെ മറ്റാർക്കും അധികാരമുണ്ടെന്ന് തോന്നുന്നില്ല. പുസ്തകാലയം തുറന്നു തന്ന സേവികയെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു കഴിഞ്ഞു. കേൾക്കുന്നുണ്ടെങ്കിലും കുമാരി 7ാമത്തെ പെട്ടിയും തുറന്നു. ലളിതയ്ക്ക് നിന്ന് മതിയായി. യാദവ പരിവാരത്തിനെ മുഴുവൻ ശപിക്കുവാൻ തുടങ്ങി. 8ാമത്തെ പെട്ടിയിൽ സുഭദ്ര ആ ഗ്രന്ഥം കണ്ടെത്തി. സുഭദ്രയ്ക്ക് സന്തോഷമായി. ഇതുവരെ ഉണ്ടായിരുന്ന ക്ഷീണമെല്ലാം തീർന്നു. പെട്ടികൾ എല്ലാം യഥാസ്ഥാനത്ത് വെച്ച് പൂട്ടി. ആ ഗ്രന്ഥവുമായി സുഭദ്ര പുറത്തേക്ക് കടന്നപ്പോൾ ലളിത പറഞ്ഞു, പുസ്തകാലയത്തിലെ ഗ്രന്ഥങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുവാൻ അനുവാദമില്ല. സുഭദ്ര പൊട്ടിച്ചിരിച്ചു. യാദവ പരിവാരത്തിലെ പ്രമുഖ വ്യക്തികളുടെ പ്രാണാപഹരണത്തിന് കൂടി മടിക്കാത്ത ഒരു ദാസി അവളുടെ വക ഒരു ഗ്രന്ഥത്തിൻ്റെ സംരക്ഷണത്തിൽ ശ്രദ്ധാലുവാണല്ലോ. നാളെ റാണി വരുമ്പോൾ അതിനായി വളരെ നല്ല ഒരു പാരിതോഷികം കൊടുക്കാനായി ശുപാർശ ചെയ്യാം ഞാൻ. ലളിത ഉണ്ടായ ഭയത്തെ പുറമേ കാണിക്കാതെ ചോദിച്ചു. ഞാൻ ഏത് പ്രമുഖ വ്യക്തിയുടെ ഹത്യക്കാണ് തുനിഞ്ഞത്? അന്തഃപുരത്തിലെ ഒരു ഗുപ്ത കാരാഗ്രഹത്തിൽ അടച്ചതും പോരാ, ഹത്യയ്ക്കും തുനിഞ്ഞില്ലേ? കുമാരി പറഞ്ഞു. അധ്യക്ഷ നികുതി മേടിക്കുന്നവൾ ആരാണ്? ദേവഭാഗന്റെയും ബലിപാശന്റെയും സഖിയാരാണ്? ഇതൊന്നും ഞാൻ കൽപ്പിച്ച ഭാവനയിൽ പറയുകയാണെന്ന് ധരിക്കേണ്ട. എൻ്റെ പ്രിയപ്പെട്ട ധാത്രി പറഞ്ഞതാണ്. വിജയാഹ്ലാദത്തോടെ ലളിത പറഞ്ഞു. ധാത്രി? ഏതു ധാത്രി? കുമാരിയുടെ ധാത്രി ഇപ്പോൾ എവിടെ? രാജപരിവാരത്തിൽ ഓരോരുത്തരുടെയും ഗുപ്തരഹസ്യങ്ങൾ അറിഞ്ഞ്
അവരെ ഇട്ടു പന്താടിക്കുന്നവളെ, റാണിയെ വെറുതെ അപമാനിക്കരുത്. നിന്റെ കാര്യങ്ങളെല്ലാം ധാത്രി പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വാസുദേവന്റെ സഹോദരി അസത്യഭാഷണം തുടങ്ങുമെന്ന് ഞാൻ ഓർത്തിട്ടില്ല. നരകകീടമേ, സുഭദ്ര ക്രുദ്ധയായി പറഞ്ഞു. നീ എൻ്റെ കൂടെ വന്ന് ധാത്രിയെ സ്വന്തം കണ്ണുകളെ കൊണ്ട് കണ്ടാൽ വിശ്വസിക്കുമോ? സുമനസാലെ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ബന്ധനസ്ഥയാക്കി കൊണ്ടുപോകും തീർച്ച. ലളിതയുടെ ഉള്ളിലെ വിദ്രോഹബുദ്ധി ഉണർന്നു. പക്ഷേ ശ്യാമയുടെ കയ്യിൽ കഠാരിയുള്ള സ്ഥിതിക്ക് സുഭദ്രയും വല്ലതും തയ്യാറാക്കിയിട്ടുണ്ടാവും. അഥവാ സുഭദ്രയെ ജയിച്ചാലും സുഭദ്രയെ ദ്രോഹിച്ചതിൻ്റെ ശിക്ഷ ഭയങ്കരമായിരിക്കും. ലളിത തലതാഴ്ത്തി. എൻ്റെ കൂടെ വാ. സുഭദ്ര നടന്നു തുടങ്ങി. പിന്നാലെ ലളിത. ലളിതയുടെ ഓരോ അംഗചലനവും വീക്ഷിച്ച് കഠാരി പിടിച്ച് ശ്യാമ. പോകുന്ന വഴിയിൽ സേവികമാർ പലരും കണ്ടു. കണ്ടവർ കാണാത്തവരെ വിളിച്ചു കാട്ടി. കുമാരിയുടെ ദൃഷ്ടിയിൽ പെടത്തക്കവണ്ണം ആരും ഉണ്ടായിരുന്നില്ല. അതിനുള്ള സാഹസം ആർക്കുമില്ല. സേവികമാർ പലതും ഊഹിക്കുവാൻ തുടങ്ങി. ലളിത കുമാരിയുടെ പരിചരണത്തിന് പോകാത്തതിലുള്ള ദേഷ്യമായിരിക്കും. സുലോചനയോ ശ്യാമയോ ആരെങ്കിലും ലളിതയെപ്പറ്റി വല്ല ഏഷണിയും പറഞ്ഞിട്ടുണ്ടാവും. സുലോചനയുടെയും ശ്യാമയുടെയും വാക്കുകേട്ട് നടക്കുന്നവളല്ലേ കുമാരി. ലളിതയ്ക്കിത് വേണം. എന്തൊരഹങ്കാരമായിരുന്നു. വാസുദേവന്റെ സഹോദരിയല്ലേ, എന്തും ചെയ്യാമല്ലോ. ശ്യാമയുടെ കയ്യിൽ കഠാരി കണ്ടോ? ലളിതയെ ബന്ധനസ്ഥയാക്കിയതായിരിക്കുമോ? എന്തോ ആവട്ടെ, പതുക്കെ എല്ലാം അറിയാം. നമുക്ക് നമ്മുടെ പണി നോക്കാം. അവസാനം പറഞ്ഞത് ഒരു വൃദ്ധ പരിചാരികയായിരുന്നു. അത് കേട്ടപ്പോൾ ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോയി. കാര്യമറിയാൻ എല്ലാവരും ഉത്സുകരായിരുന്നു. സുഭദ്ര തൻ്റെ അന്തഃപുരത്തിൻ്റെ അങ്കണത്തിലെത്തിയപ്പോൾ ലളിതയോട് പറഞ്ഞു, നിനക്ക് ധാത്രിയെ കാണണോ? ലളിത പരിഭ്രമിച്ചു. ധാത്രിയെ കാണണമെങ്കിൽ പരലോകത്തല്ലേ ഇനി നിവൃത്തിയുള്ളൂ. കുമാരി തന്നെയും വധിക്കുവാനാണോ ശ്രമിക്കുന്നത്? സുഭദ്രയുടെ ആയുധാഭ്യാസ നിപുണത ലളിതക്കറിയാം. എന്നെ കൊല്ലാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ലളിത ചോദിച്ചു. എൻ്റെ ധാത്രിയെ കാണുവാൻ നിന്നെ കൊല്ലണമെന്നുണ്ടോ? മുമ്പോട്ട് വാ, എൻ്റെ ധാത്രിയെ കാണുക. സുഭദ്ര ഉള്ളിലേക്ക് കടന്നു. ലളിത പിന്നാലെയും. അകത്തെ മുറിയിലെ വാതിലിൽ തട്ടി കുമാരി വിളിച്ചു, സുലോചനെ, വാതിൽ തുറക്കൂ. സുലോചന വാതിൽ തുറന്നു. കൃശഘാത്രയായ ധാത്രി ഒരു കട്ടിലിൽ ഇരിക്കുന്നത് ലളിത കണ്ടു. ശ്യാമയെപ്പോലെ സുലോചനയും കയ്യിൽ ആയുധം വെച്ചിട്ടുള്ളതും കണ്ടു. ലളിതയെ കണ്ടപ്പോൾ ധാത്രി പറഞ്ഞു, എൻ്റെ ഓമനയായ ലളിതേ, വാ, നമ്മൾ രണ്ടുപേരും ഇവിടെയും. ധാത്രിയെ കാണുകയും ധാത്രി സംസാരിക്കുന്നതും കേൾക്കുകയും ചെയ്തപ്പോൾ ഭയം കൊണ്ട് ലളിതയ്ക്ക് എന്തു ചെയ്യണമെന്ന ബോധമില്ലാതായി. അവിടെ തന്നെ നിന്നാൽ ബോധം കെട്ട് വീഴുമെന്ന് തോന്നി ലളിതയ്ക്ക്. ഉടനെ പുറത്തേക്കോടി. തടഞ്ഞ് വീണ് തലമുട്ടി രക്തം പ്രവഹിച്ച് അവൾ ഓടുക തന്നെ ഓട്ടം. ഓട്ടം തന്നെ ഓട്ടം. 1000 നായാട്ടു നായ്ക്കൾ പിന്നാലെ വരുന്നത് പോലെയുള്ള ഓട്ടം. അന്തഃപുരത്തിലെ സേവികമാർ മുറ്റത്തുകൂടി ലളിത ഓടുന്നത് കണ്ട് അമ്പരന്നു. പുറമേക്കുള്ള പടിക്കലേക്കാണ് അവർ ഓടുന്നത്. കുമാരി ലളിതയെ എന്തു ചെയ്തു? കാവൽക്കാർ ലളിത പുറത്തേക്ക് ഓടുന്നത് കണ്ടു. ലളിതയായതുകൊണ്ട് ആരും തടഞ്ഞതുമില്ല. രൈവതകത്തിൻ്റെ കയറ്റത്തിലേക്ക് കയറുന്നതാണ് ഒടുവിൽ കണ്ടത്. അതിനുശേഷം ലളിതയെ, യാദവ പരിവാരത്തിലെ ആ ശാപത്തിനെ ആരും കണ്ടിട്ടില്ല.